എടാ അവിടെ നിന്ന് പോകുന്ന പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ വെൽക്കം ടു ബഡ്ജറ്റ് പോഡ്കാസ്റ്റ്. എത്രാമത്തെ പോഡ്കാസ്റ്റ് ആണെന്ന് അറിയത്തില്ല, അത് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ബഡ്ജറ്റ് പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയും, സംഭവം ശരിയാണ്. വന്നിരിക്കുന്നത് എ സി റൂമിൽ, എ സി ഉണക്കില്ലോ, അത് കൂട്ട് ഷൂട്ട് ചെയ്യുന്നത് iPhone 15-ല്, ഓഡിയോ എടുക്കുന്നത് iPhone 13-ല്. പിന്നെ വിലപ്പെട്ട 3 ആൾക്കാർ, തൊടുപുഴയിൽ അറിയപ്പെടുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്. അത് മാത്രമല്ല, ഇരിക്കുന്ന എവിടെയാ, ഇതിന്റെ വില നമ്മൾ പുറത്തറിയുന്നില്ല. അതെ, ലൊക്കേഷൻ നമ്മൾ പുറത്ത് 5 കൊല്ലം പേര് ബഡ്ജറ്റ് പോഡ്കാസ്റ്റ്. അന്തസ്സുണ്ട്. ശരിക്കും പോഡ്കാസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മറ്റേ മൈക്ക് ഉണ്ടാവും, നല്ല കുഷ്യൻ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അവര് തന്നെ മേടിച്ചതുമായിരിക്കും. അതെ, ഇതൊന്നും നമ്മൾ മേടിച്ചില്ല. ആ ഫോൺ ജോയില് മേടിച്ചതാ, ഈ ഫോൺ ഇവൻ മേടിച്ചതാ, ഇത് എന്റെ പിതാശ്രീയുടെ ആണ്. അതെ, പിന്നെ ഇപ്പൊ നമ്മളായിട്ട് പൈസ മുടക്കി ഒന്നുകൂടി ഇരിപ്പില്ല. അതെ, കൊച്ചുമലയാളി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇത്. യാതൊരുവിധ ഗൈഡ് ലൈൻസോ മാനദണ്ഡങ്ങളോ ഒന്നുമില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ടു അവർ ടോപ്പിക്. ഓക്കെ, അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത്, അഥവാ സംവദിക്കാൻ പോകുന്നത്. ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മോസ്റ്റ് ഓഫ് ആൾക്കാരുടെയും വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ആ ഒരു മെന്റാലിറ്റി തന്നെ ആദ്യം മാറണം. എന്നിട്ട് ലിവിങ് ടുഗദർ അല്ല, എല്ലാവരും ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എല്ലാവരും മനസ്സിൽ കിടക്കുന്ന സാധനം. തീർച്ചയായിട്ടും മെന്റാലിറ്റിയാണ് മാറേണ്ടത്. അല്ല, ഞാനതിനെ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ടൈറ്റിലായിട്ട്. ഒരു 99% ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് എന്താണ് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാരെ മനസ്സിൽ ഓടി വരുന്ന സാധനത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. യെസ്, തീർച്ചയായിട്ടും. ഇത്ര അങ്ങേറ്റത്ത് പോയിരുന്നാൽ നിന്നെ കിട്ടുമത് കിട്ടുന്നുണ്ടെന്നാ തോന്നുന്നത്. കുഴപ്പമില്ല, ലിവിങ് ടുഗദറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു ഗ്യാപ്പൊക്കെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഉണ്ടല്ലേ, അവൻ നല്ലതിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോ ലിവിങ് ടുഗദറിനകത്തും മാരേജിന്റെ അകത്തും ചെറിയൊരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പ്ലസ് ഒരു ബാറിൽ അതൊരു 1000 പേരെ വിളിച്ച് അദ്ദേഹം കൊടുക്കുന്നില്ല. അതെ, ഈ 2 വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം. പിന്നെ കുറച്ചുകൂടെ വിട്ടിട്ട് പോരാനായിട്ട് പ്രിസൈസ് ആയിട്ട് പറയണം. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒഴിവാക്കാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ് ലിവിങ് ടുഗദർ. നല്ല പരാതിയാ, നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം ഡബിൾ മീനിങ് ആണ്. അതുകൊണ്ട് കുറച്ചുപേരെ പേഴ്സണലി വിളിച്ചറിയിച്ചായിരുന്നു. കുറച്ച് പെങ്ങന്മാരൊക്കെയാ. ആളുകാരെ പെണ്ണു പറ, അത് തന്നെ ഞാനും പറഞ്ഞോളൂ ഓളോടടുത്ത്. അത് തന്നെ. അപ്പൊ നിനക്ക് ആ 2 വ്യത്യാസങ്ങളൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേരുടെ 2 വ്യത്യാസങ്ങളാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ലിവിങ് ടുഗദറിന്റെ കുറച്ച് പ്രോസ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോസ് 3 പേർക്ക് തീർത്തിട്ട് നമുക്ക് കോൺസിലേക്ക് കിടക്കാം. തോന്നിയിട്ടുള്ള ആദ്യത്തെ അതുകൊണ്ടല്ല ഞാൻ ഇത്രയും നേരം തുടങ്ങിയപ്പോ തന്നെ ഞാൻ കുറെ അധികം പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നിനക്കൊരു ചാൻസ് ആയിട്ട് നീ ഇത്ര നേരം ഈ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങ് പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, എന്നാ ഓരോ പോയിന്റ് നമുക്ക് ഞാൻ തന്നെ പറയാം. എന്നെ മനസ്സിൽ തോന്നുന്നത് ക്രമമൊന്നുമില്ല. ആദ്യം പറഞ്ഞ നിന്നോട് ആദ്യം പറയാതെ നമുക്ക് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്ത് പറയാം. കൗണ്ടർ സ്ട്രൈക്ക് ചെയ്ത് പറയാം, ഒരു പ്രശ്നമില്ല. അതും പറയാം. അത് എന്താ വിഷ്വലൈസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഓക്കെ, ഒരു ആദ്യത്തെ ഒരു പ്രോ നിനക്ക് തോന്നിയിട്ടുള്ള ആ ഒരു പ്രോസിൽ ഓർമ്മ പറ. ഈ പ്രോയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് പൊതുവെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എവിടെയൊക്കെയോ കുറഞ്ഞതുപോലെ തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് എന്തെങ്കിലും ഒരു ഈ 2 പേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ കുറെ മേജർ ഇഷ്യൂസ് ഉണ്ടാവും, കുറെ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും. അവിടെയൊക്കെ ഏതൊക്കെയോ ഒരു പോയിന്റില് ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ സഹിച്ച് നിൽക്കണേ, എനിക്ക് ഇവന്റെ അടുത്ത് പോകാൻ പാടില്ലേ, എന്നാ ഞാൻ പോയിട്ട് വേറൊരുത്തിനെ നോക്കാം, അവൻ നല്ലതാണ് ഇവൻ നല്ലതാണ്. ഇപ്പം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് ആൾക്കാർക്ക്. ഇതൊന്നും ഏറ്റവും ഇല്ലാത്ത സമയത്ത് പണ്ട് ആ ഒരു ഗ്രാമത്തിലുള്ള 4-5 പയ്യന്മാര് പെൺപിള്ളാരാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അതായത് സ്വന്തക്കാരന്റെ കല്യാണത്തിന് അവിടെ കാണുന്ന കുട്ടികൾ, അവരൊക്കെയാണ് ഉള്ളൂ. പക്ഷെ ഇപ്പം കോമ്പറ്റീഷൻ വളരെ ഗ്ലോബലൈസ്ഡ് ആയി. അവൈലബിലിറ്റി കൂടി, ആ ഒരു സോഷ്യൽ കണക്ഷൻസ് കൂടി. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണല്ലോ. ഒന്ന് പോയാൽ അടുത്ത് ഉണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ട്. നമുക്ക് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓഡിയോ ഓക്കെ,
അപ്പൊ ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം മനസ്സിലാക്കാനായിട്ട് ഇപ്പം ലിവിങ് ടുഗദറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണോ എങ്കിൽ ഓക്കെ ആണ്. പക്ഷെ എല്ലാരും കാണുന്ന ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിമസി അതിന്റെ ഇടയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിൽ കൂടെ ഓടും. ഇപ്പൊ നമ്മുടെ ഒരു പെങ്ങളാണെങ്കിലും ഞാൻ നാളെ തൊട്ട് മറ്റേ അരുണിന്റെ കൂടെ അല്ലെ രാഹുലിന്റെ കൂടെ ലിവിങ് ടുഗദറിന് പോകാന്ന് പറയാൻ നമ്മള്. പക്ഷെ അതായത് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മള് അതിനെ അത്യാവശ്യം ചേഞ്ച് ചെയ്ത് വരേണ്ട ഒരു സംഭവമാണ്. ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള സംഭവത്തിൽ നിന്ന് മാറി വരേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ പോലും നമ്മുടെ പെങ്ങന്മാരാണ് അങ്ങനെ ലിവിങ് ടുഗദർ ആണ് നമ്മൾ നമ്മൾ അടങ്ങിയിരിക്കൂല എന്നല്ല. ഇപ്പൊ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മള് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ എന്നാലും നീറും, എന്നാലും നമ്മൾ ചിലപ്പോ ചോദിക്കും. അതെ, ചോദിക്കും. പക്ഷെ അതാണ് ആ ഒരു രണ്ടുപേരും ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്താലെങ്കിലും ആണ്, ഒരുമിച്ച് ട്രാവലെങ്കിലും ചെയ്താലാണ് എങ്ങനെയാണ് ഒരാളുടെ ആ ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ജീവിതം അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജ് നമ്പർ 1, അതും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ കുറച്ച് നിയമം പറഞ്ഞായിരുന്നു, പോയി പെണ്ണ് കാണുന്നു, കല്യാണം കഴിക്കുന്നു, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ താമസിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, അതൊക്കെ അങ്ങ് ആയിപ്പോവും. പക്ഷെ ഇപ്പോ ആ ഒരു ഇങ്ങനെ നിൽക്കാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. കറക്റ്റായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളുമായിട്ടല്ല നമ്മളൊരു ജീവിതം തുടങ്ങുന്നതെങ്കിൽ ഈ തിരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. എടാ പക്ഷെ ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു സംഭവം പറയട്ടെ, ഇപ്പോഴും ഞാൻ അതും അവര് കമ്മ്യൂണിറ്റി ഇതായിട്ട് പറയുന്നില്ല, പക്ഷെ മുസ്ലിംസിലാണ് ഞാൻ കൂടുതലും കാണുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ച കുറച്ച് പേരാണെങ്കിലും ഗൾഫിലുള്ളവരും ദുബായിലുള്ളവരൊക്കെ ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് കല്യാണം ഉറപ്പിക്കുന്നു. അവര് കോളും പരിപാടികളും മാത്രമേ ഉള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ട് പോലുമില്ല. നേരിട്ടൊന്നും കാണുന്നതിന് മുമ്പ് തന്നെ അവര് തമ്മിൽ കാര്യങ്ങളെല്ലാം കൂട്ടി ഉറപ്പിച്ചു. അതും ഈ പെൺപിള്ളേരും അവര് തമ്മിലല്ല, വീട്ടുകാർ തമ്മിൽ. പക്ഷെ എനിക്കറിയാൻ സാധിച്ചത് ഇവര് വില്ലിങ് ആണ്, കുഴപ്പമില്ല. വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയുടെ കാര്യം. അല്ല വില്ലിങ് ആകണല്ലേ, വില്ലിങ് ആക്കണം. എനിക്ക് പറ്റില്ലേ എന്നാ പ്രശ്നം, ആ ഒരു കമ്മ്യൂണിറ്റി ഔട്ടാവും എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ആലോചിക്കും, ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ മാറി വരുവാണെന്ന് പറഞ്ഞാൽ പോലും അത്രയും വിഷയങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർക്കും ഇതുപോലത്തെ അവസ്ഥ തന്നെയാണ് നിലവിൽ. അല്ലേ, അത് എങ്ങനെ പറ്റുന്നു ഇതൊക്കെ അല്ലേ? എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്, പക്ഷെ അവിടാണ് ഇച്ചിരി കൂടുതൽ. നോട്ട് പൊളിറ്റിക്കലി സ്പീക്കിംഗ്, ഇത് എല്ലാ പോഡ്കാസ്റ്റിലും ഞാൻ പറയുന്നത്. പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയണം. അല്ല, നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. നമ്മളാരെ ആർക്കും എതിരെ നിൽക്കുന്നില്ല, നമ്മള് നമ്മുടെ സംഭവം പറയുന്നു. അതിപ്പോ നീ പറഞ്ഞത് ശരിയാണ്. ചിലവർക്ക് ഇപ്പൊ മാറി വരുന്നുണ്ടോ, ചില പെൺകുട്ടികൾ അറ്റ്ലീസ്റ്റ് പയ്യന് ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യവും എന്തെങ്കിലും ഒരു സംഭവം നടക്കും. അതെ, കുറച്ച് നാളൊക്കെ മുന്നേ ആണെങ്കിൽ ചോദ്യം പോലും ഇല്ല, ഒരു പയ്യനെ കണ്ടു ഉറപ്പിക്കുന്നു, നടത്തുന്നു. അത് തന്നെ. പിന്നെ കുറെ ആൺപിള്ളേർക്കാണല്ലോ പെൺപിള്ളേർക്കാണല്ലോ അത്യാവശ്യം നല്ല ഹൈ പ്രൊഫൈൽ ഉള്ള ആൾക്കാരെ കണ്ടിട്ട് പിന്നെ ഓക്കെ പ്രൊസീഡ് എന്നുള്ള സെറ്റപ്പിൽ വിടുന്നവരും ഉണ്ട്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ആ പറയുന്നൊരു ബബിളിലും ഹമ്പിളിലും എന്നൊക്കെ പറഞ്ഞ കുറെ ഡേറ്റിംഗ് ആപ്സും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അവർ ഹൈ പ്രൊഫൈല് കണ്ടങ്ങ് പ്രൊസീഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ലിവിങ് ടുഗദറിന്റെ വേറൊരു സൈഡ് ഞാൻ പറയട്ടെ. ഓക്കെ, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ എല്ലാവരെയും തലയിലേക്ക് വരുന്നൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിച്ച് പരസ്പരം മനസ്സിലാക്കിയ ശേഷം കല്യാണം കഴിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി അതവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ ജനറേഷന്റെ തലയിലേക്കാണോ അതോ എല്ലാവരുടെയും തലയിലേക്കാണോ മൊത്തത്തിൽ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് ടുഗദർ ആണ് നല്ലത്. ലിവിങ് ടുഗദർ ആണെന്ന് കുറച്ച് നാൾ ഒരുമിച്ച് താമസിക്കും, താമസിച്ച ശേഷം കല്യാണം കഴിക്കും, സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ. എനിക്കങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും മാരീഡ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ച ശേഷം ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഇന്റിമസി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാണ്. അപ്പൊ ഈ ലിവിങ് ടുഗദറിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ട് പറയാണ്, ലിവിങ് ടുഗദറിലാണ് അവർക്ക് ബ്രേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് ഡൈവോഴ്സ് പോലെ പിരിഞ്ഞു പോകണമെന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല. ശരിയാണ്. മാത്രമല്ല ഇനിയിപ്പം എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലിവിങ് ടുഗദറിലാണെങ്കിൽ പോലും ലിവിങ് ടുഗദർ ആണ്. ഇപ്പം ആമ്പിള്ളേരുടെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, ആമ്പിള്ളേര് നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു പോയിന്റ് വരെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. അത് ലിവിങ് ടുഗദറിലാണെന്നുണ്ടെങ്കിലും ആമ്പിള്ളേര് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട്
മാരീഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അല്ല കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഒരു 8-10 വർഷം കഴിയുമ്പോഴത്തേനായിരിക്കും ഇവരുടെ ബ്രേക്കിംഗ് പോയിന്റ് എത്തിയിട്ട് ഇവര് സുഖമാണ് പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ലിവിങ് ടുഗദറില് ലിവിങ് റിലേഷൻഷിപ്പിൽ കുറെ നാൾ കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്നതും അല്ലാതെ കെട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസം പറയാൻ പറ്റത്തില്ല. എപ്പോഴാണോ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കുന്നിടത്താണ് അതിന്റെ ആ ഒരു വ്യത്യാസം കിടക്കുന്നത്. അല്ലാതെ ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും മാരേജ് ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നീ പറഞ്ഞിരുന്ന ഒരു വലിയൊരു ലോക്ക് എന്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴാണ് കിട്ടി. നീ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര നാൾ എന്റെ മനസ്സിലതില്ലായിരുന്നു, പക്ഷെ ആ ഒരു ലോക്ക് എനിക്ക് മനസ്സിലായി. അതായത് ലോക്ക് കാരണം ലിവിങ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കല്യാണം ആണെന്നുണ്ടെങ്കിലും ഒരു ലോക്കാണ്. കാരണം ഇപ്പം കല്യാണം എന്റെ ചിന്താഗതി സ്കിപ്പായി. അത് നൈസായിട്ടൊരു പോയിന്റ് ആയിരുന്നത്. അല്ല, അത് നൈസൊരു പോയിന്റ് ആയിരുന്നു. കാരണം അതിന്റെ ഇന്റൻസിറ്റി ഇപ്പോഴാണ് ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ എന്നാ ലോങ് ഡിസ്റ്റൻസ് ആവട്ടെ, അല്ലെ നമ്മുടെ ഒരു നോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് തമ്മിൽ കാണുന്നു. ആ ഒരു ബാരിയർ എപ്പോഴും ഉണ്ട്. ആ ഒരു ബാരിയർ ഉള്ളതുകൊണ്ടുള്ള ഗുണം തന്നെ രണ്ടുപേർക്കും ബ്രേക്കപ്പ് ആക്കണം. ഒരു 3-4 കൊല്ലം കഴിഞ്ഞാലും ബ്രേക്കപ്പ് ആക്കണമെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ അളവ് ഒരു ഇത്ര ആണെങ്കിൽ ലിവിങ് ടുഗദറിൽ നിൽക്കുന്നവർക്ക് അതൊരു ഇത്രയായിരിക്കും. അവർ കാര്യം ചെയ്യും, ഇന്റിമസി കട്ട് ചെയ്യും, ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് മാത്രം തന്നെ ഞാനും പറഞ്ഞു, എടാ മറ്റേതിനേക്കാളും ഇന്റൻസിറ്റി കൂടുതലാണ് ഇത് ബ്രേക്കപ്പ് ചെയ്യാനുള്ളൊരു ഇത് ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഇന്റൻസിറ്റി കൂടുതലാണ്. അതിലും എനിക്ക് വേറൊരു ഒപ്പീനിയനാണ് ഉള്ളത്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ഒരുമിച്ച് താമസിക്കുന്നില്ല. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിചാരിക്കും, ശേ നമ്മളിപ്പം അക്കരെ ഇക്കരെ നിൽക്കുമ്പോഴേനുള്ള പ്രശ്നമാണ്, ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവങ്ങൾ ശരിയാകും എന്നുള്ളൊരു വിശ്വാസം അവിടെ കിടക്കുക. റിലേഷൻഷിപ്പ് അതായത് ഒരു ഫോണിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതും ഒരുമിച്ച് താമസിക്കുന്നതും തമ്മിൽ ആന എണ്ണാനും വ്യത്യാസമാണ്. നമ്മൾ വിചാരിക്കും അതായിരിക്കും ഓക്കെ, പക്ഷെ ജീവിച്ച് തുടങ്ങുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നമുക്കറിയത്തില്ല, പക്ഷെ എക്സ്പീരിയൻസ് ആൾക്കാർ പറയുന്നു. അയ്യോ അല്ല, നീ പറഞ്ഞൊരു കേസ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് മറ്റേ നമുക്ക് നമ്മുടെ നോർമൽ റിലേഷൻഷിപ്പ് നമുക്ക് ബ്രേക്കപ്പ് എന്നൊരു സംഭവം രണ്ടുപേർക്ക് ഡിസൈഡ് ചെയ്യാൻ വലിയ പാടുണ്ടാവില്ല. എന്നാലും ഈ പറയുന്ന ഒരു 1-2 കൊല്ലം കൊണ്ട് റെഡി ആവുന്നില്ല, കൂട്ടാൻ ചിലർക്ക് പെട്ടെന്നാവും. പക്ഷെ ഞാൻ പറയും, എനിക്ക് നേരെ തിരിച്ചു വന്നത് ലിവിങ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം അനുഭവിച്ചിട്ട് മണ്ട് നടക്കിയല്ല എന്നുള്ളൊരു തോന്നിയിട്ട് നിർത്തി പോകാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷെ വെറും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസോ നീ പറഞ്ഞത് എനിക്ക് നേരെ സ്വിച്ച് ചെയ്താണ് കിട്ടിയത്. കാരണം ഒരുമിച്ച് ജീവിക്കുമ്പോ കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് കൂടുമല്ലേ, അവര് തമ്മിലുള്ള ഒരു ബോണ്ട് കൂടുവാണ്. അത് ശരിയാണ്, ആ പറഞ്ഞ ശരിയാണ്. ഒരുമിച്ച് താമസിക്കുന്നതിന് കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. അതെ. പക്ഷെ ഒരുമിച്ച് താമസിക്കുമ്പോഴത്തേനും അനുഭവിക്കാനുള്ളതല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിക്കും. അപ്പൊ അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്ക് മടുത്തിട്ട് ഒന്നാ നിർത്തിയേക്കാം എന്നുള്ളൊരു തോന്നൽ തോന്നും. പക്ഷെ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴത്തേനും നമ്മളിപ്പോ അപ്പുറം ഇപ്പുറം നിൽക്കുന്നോണ്ടാണ് ഒരുമിച്ച് വന്നിട്ട്. കാരണം ഇപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കുന്നതിന് ഭയങ്കര വഴക്കും ബഹളമായിരിക്കും, ഒരുമിച്ച് കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഇവര് വിചാരിക്കുന്ന എന്താണ്, നമ്മളിപ്പം ഫോണിൽ അപ്പുറം ഇപ്പുറം വർത്താനം പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം, നേരിട്ട് വന്നിട്ടുണ്ട് ഒരു പല പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് വിടും എന്നുള്ളൊരു സാധനം തലയിൽ കിടക്കുന്നതുകൊണ്ട് അല്ലാത്ത റിലേഷൻഷിപ്പ്, ലിവിങ് അല്ലാത്ത റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആകാനായിട്ടായിരിക്കും ആൾക്കാർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരുമിച്ചായി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ കാര്യങ്ങൾ റെഡി ആയാലോ. അവർ തന്നെയാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കുഴപ്പമില്ല, കല്യാണം കഴിയുമ്പോഴത്തേനും എല്ലാം ശരിയായിക്കോളും. അങ്ങനെ വലിയ പോസിബിലിറ്റി ഉണ്ട്. മറ്റേതും ഉള്ള കാര്യം തന്നെയല്ലേ, ഈ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആൾക്കാർക്കും ആ ഒരു ബോണ്ട് കൂടും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് തമ്മിലുള്ള ആ ഒരു ബോണ്ടും പക്ഷെ ഇടയ്ക്ക് ഫിസിക്കലി എൻഗേജ്ഡ് ആവുന്ന ചില റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. കാരണം മറ്റവർക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇച്ചിരി ഒന്ന് കണ്ടില്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറെ നാൾ കൂടുമ്പോൾ കണ്ടാലേ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പക്ഷെ മറ്റവർക്ക് ആഴ്ച കണ്ടില്ലേ ബുദ്ധിമുട്ടുണ്ടാവും. അവരുന്നുണ്ട്, ആ ഒരു ഇൻവെസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോ അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് അതിന്റെ ഇരട്ടി ആയിരിക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇരട്ടി ആയിരിക്കും. അപ്പോ അത് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ അളവ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പൊ അത് കുറച്ചുകൂടെ പാടായിരിക്കും. ഇത്രയും നാളും എന്റെ തലയിൽ ആ ഒരു പോയിന്റ് പോയില്ല, പക്ഷെ ഇപ്പോഴാണ് ആ പോയിന്റ് എനിക്ക് തലയിൽ കിട്ടിയത്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, രണ്ടുപേരോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോ ഒരു നോർമൽ റിലേഷൻഷിപ്പ് കല്യാണത്തിലേക്ക് എത്തുന്നോടം വരെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും, അതിനുശേഷമുള്ള കാര്യങ്ങൾ സംഭവിക്കണം. പക്ഷെ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിവിങ് ടുഗദർ ആവുമ്പോഴത്തേക്കും ആ ഒരു ക്യൂരിയോസിറ്റി ഒരു 2-3 കൊല്ലം കൊണ്ട് തീരും. പിന്നെ ഇവര് കല്യാണം കഴിക്കും. ഒരു മജയില്ലാത്തൊരു പോക്കായിരിക്കും ചിലപ്പോ, മേ ബി. എന്ത് തോന്നുന്നു? എന്റെ അഭിപ്രായത്തില് ഈ ക്യൂരിയോസിറ്റി
എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ. ഇപ്പം എല്ലാ സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതാണ്, നിങ്ങളിപ്പോ മാരേജ് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായല്ലോ, എങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോഴും സ്പൈസി ആക്കി വെക്കുന്നത്, എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? ഇൻട്രസ്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെടും. അതെ, അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നുന്ന പോയിന്റ് വരെ ജീവിക്കാനാണ് എങ്കിൽ മിക്കവാറും ഒരു കല്യാണത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഒരാളായിട്ട് ജീവിക്കുക, ഇൻട്രസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ആളെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്യൂരിയസ് ആയിട്ടിരിക്കണമെന്നെങ്കിൽ ഇപ്പൊ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, കുറച്ച് രസകരമായിട്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം എന്നുള്ളതിന്റെ ആ ഒരു രീതിയിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ആലോചിക്കേണ്ടി വരും. ഇടയ്ക്ക് കാര്യം ചോദിച്ചോട്ടെ, അതായത് നീ ഇപ്പൊ പറഞ്ഞില്ല, അതായത് ഒന്ന് പറ്റുന്നില്ലെങ്കിൽ അടുത്തതിലേക്ക് മാറാം, അടുത്ത് പറ്റുന്നില്ലെങ്കിൽ അടുത്തതിലേക്ക് മാറാം, അതൊരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ? അല്ല അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇൻട്രസ്റ്റിന്റെ പുറകെ നമ്മൾ പോകുമ്പോഴുള്ള കുഴപ്പമാണത്. മറ്റേ ആൾ എപ്പോഴും നമ്മുടെ പാർട്ണർ നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണം, നമ്മുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റിയലിസ്റ്റിക് ആയെന്ന് വരില്ല. പിന്നെ ഇതിനകത്തൊരു വേറെ കാര്യം ഇടയ്ക്ക് ഞാൻ കാര്യങ്ങൾ പറയണം, അല്ലാതെ അവസാനിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടൂല. എടാ ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് വേറെ ആളെ മാറ്റി പിടിക്കുന്ന ഒരു സംഭവം, അതായത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പറ്റുന്നില്ലാത്ത സംഭവം വരുമ്പോഴത്തേനും നെക്സ്റ്റ് ക്ലോസ് ചെയ്യണം. ഞാനത് ഓക്കെ, പക്ഷെ ഞാൻ മറ്റേതാണ് പറഞ്ഞത്. അതായത് ഇത് നടക്കണല്ല, ആ ഒരു ഫ്ലിങ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലിങ്ങിൽ അങ്ങ് പോകുന്നവരില്ലേ, അതാണ് കൂടുതലും എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലേ, ഒരു 100% ആണെങ്കിൽ ഒരു 70% കറന്റ് ഇപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സിസ്റ്റം പ്രകാരമാണ് ഈ ആൾക്കാർ പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ച് ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ച ശേഷം ഡിവോഴ്സ് ചെയ്യുന്നത് ഒരു നോർമൽ സംഭവമായിട്ട്, പക്ഷെ ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഇഷ്യൂ ആണ് ആൾക്കാർ. ഒരു കല്യാണം കഴിച്ച ഒരാൾ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത ആളുടെ കൂടെ അടുത്ത കല്യാണം കഴിക്കുന്നതിന് ആൾക്കാർക്ക് കുഴപ്പമില്ല, പിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് രണ്ടാമത് ഒരു കല്യാണം കഴിക്കുന്നതിന് ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അപ്പൊ അതായത് ലൈസൻസ് കിട്ടിയിട്ടാണ് എല്ലാം പാടുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. അതിനു മുന്നേ മനസ്സിലാക്കി എല്ലാം അറിഞ്ഞ് ലൈസൻസ് എടുക്കാൻ ആർക്കും താല്പര്യമില്ല. എന്താണ് ആ ചിന്താഗതി? അത് മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ, അത് എവിടെയോ നമ്മളടക്കം നമുക്ക് എവിടെയൊക്കെയോ ഇത്ര തലവേദനയാണെങ്കിൽ ഇട്ടിട്ട് പോടാ, അവിടെ ഒന്നും വേണ്ടാന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അത് തന്നെ. പിന്നെ നീ പറഞ്ഞതിന്റെ കൂടെ പറയാനുള്ള പോയിന്റ്, ആ ഒരു ഒട്ടും പറ്റുന്നില്ല എങ്കിൽ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ഒട്ടും പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് എന്തായാലും വരും. അതെ അതെ, ഇന്നല്ലെങ്കിൽ നാളെ ഒരാളെ ചാൻസ് ഉണ്ട്, അത് കല്യാണം കഴിച്ചിട്ടാണെങ്കിലും വരും. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായാലും ഉണ്ടാവും. കാരണം എൻറ്റയർലി കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞാണ്, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ് തമ്മിൽ റിലേഷൻഷിപ്പ് ആവാൻ പോകുന്നത്. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പൺലി കമ്മ്യൂണിക്കേഷൻ ഈസ് കീ, ആ രീതിക്ക് തന്നെ കാര്യങ്ങൾ പോകണം. അപ്പൊ സ്മൂത്ത് ആയി പോയിക്കോളും. അത് ലാക്കിംഗ് ആണ് ഇന്നത്തെ റിലേഷൻഷിപ്പിൽ എല്ലായിടത്തും. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വെച്ചേക്കുന്ന ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദനയാവരുത്. തീർച്ചയായിട്ടും ഉച്ചയ്ക്ക് തന്നെ ഒരു പോയിന്റിൽ എനിക്ക് തലവേദന എന്ന് തോന്നിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും മാപ്പ് നൽകും മഹാവതിയിലും. ഞാൻ അതിപ്പം ഏത് തരത്തിലുള്ള തലവേദനയാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ ഒരു ഇതുണ്ട്, എനിക്ക് എന്താണ് തലവേദന തോന്നുന്നത് സാർ. ഇപ്പം തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോ ചിലർക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും തലവേദന, അല്ലെങ്കിൽ തീരെ കാണാൻ പറ്റത്തില്ലാത്തതായിരിക്കും തലവേദന, എപ്പോഴും വഴക്കുണ്ടാക്കുന്നതായിരിക്കും തലവേദന. അപ്പൊ എന്റെ തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്കത് ഏത് രീതിക്കാണ് തലവേദന എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ എനിക്കതൊരു തലവേദന തോന്നിക്കേണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ലെറ്റ് ഇറ്റ് ഗോ. അത് തന്നെ. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. തീർച്ചയായിട്ടും അറിയാം. ഞാൻ ലെറ്റ് ഇറ്റ് ഗോ എന്ന് വെക്കുന്നത് എല്ലാം തലവേദന എന്ന് എനിക്ക് ഫീൽ ചെയ്യുമ്പോഴത്തേന്. പക്ഷെ നീ ചെയ്യുന്നൊരു നല്ല കാര്യം, നീ തുടക്കത്തിൽ നീ എന്താണെന്നും നിന്റെ ക്യാരക്ടർ ഇതാണെന്നും ഇങ്ങനെയാണെന്നല്ല നീ കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ചെയ്താണ് റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിക്ക് അത് ഒഴിവായി പോകാനും ഉള്ള അവസരം നന്നായിട്ട് ഒരുക്കി കൊടുത്തു. അല്ലെ, മിക്കവരും ചെയ്യുന്ന പരിപാടി ഞാൻ ആരാണെന്നുള്ളൊരു ക്യാരക്ടർ പയ്യെ ഈ പറഞ്ഞ പോലെ ഒതുക്കി പിടിച്ച് ഒന്ന് റിവീൽ ചെയ്യാതെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ച് കൂട്ടിപ്പിടിച്ച് അവസാനം അങ്ങ് പൊട്ടിക്കും. അത് പിന്നീട് വിട്ടുമാറാൻ വലിയ പാടാവുകയും ചെയ്യും. ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റിൽ അത് ലോക്കായി പോയി. അത് അറിഞ്ഞിട്ട് പോവാണെന്നുണ്ടെ പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. മറ്റേ ഒരു ഇംഗ്ലീഷിൽ മറ്റേ സ്ഥിരം കാണുന്ന ഒരു കോട്ടുണ്ടല്ലോ, ലെറ്റ് ഇറ്റ് ഗോ, ഇഫ് യുവർ ഗോസ് ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് ഇറ്റ് വിൽ കം ബാക്ക്, ഇഫ് ഇറ്റ് ഡസന്റ് കം ബാക്ക് ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. അത്രേ ഉള്ളൂ, പൊക്കോട്ടെ. തിരിച്ചു വരുന്നുണ്ടോ? വന്നില്ല,
ഓക്കെ ബൈ. അത്യാവശ്യം കിഡ്നി ഉള്ള അത്യാവശ്യം കിഡ്നി അത്രേ ഉള്ളൂ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, അത്രേ ഉള്ളൂ. പോയോ ബൈ. മെന്റാലിറ്റി എല്ലാവർക്കും ഇല്ലടാ, അതാണ് അവരുടെ മെന്റാലിറ്റി. എടാ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എന്റെ കാര്യമാണല്ലോ അത് പറഞ്ഞത്. തന്നെ അത് തന്നെ. അല്ലാതെ അയ്യോ പോലെ അയ്യോ പോലെ. ഈ പട്ടി പകലാണ് സിഗ്മ, രാത്രി ഇതൊന്നും അല്ല. എന്റെ പട്ടിനെ പോലെ ഞാൻ പുറകെ വിട്ടിട്ടില്ല. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. അവസ്ഥയാണ് അങ്ങനെ നമ്മള് പറഞ്ഞ് നമ്മളത് എന്തിലേക്കൊക്കെയോ മാറിപ്പോയി അല്ലേ. അത് സംസാരിച്ച് വരുമ്പോ തീർച്ചയായിട്ടും മാറിപ്പോവല്ലോ. ലിവിംഗ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തെ അതന്നെ. റിലേഷൻഷിപ്പിന്റെ കാര്യത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. നമ്മൾ പുണ്ടെടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എപ്പോഴും നമ്മൾ ഒരു ടോപ്പിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാതെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. അതെ, ഒരു ഭ്രാന്തനെ പോലെ. 3 ഭ്രാന്തന്മാര്. അതുപോലെ അപ്പൊ നീ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, ചോദിക്കും. രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുമ്പോൾ പിന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ നിനക്കൊരു കമ്മിറ്റ്മെന്റ് എക്സ്പയർ ആണ്, പിന്നെ ബ്രേക്കപ്പ് ആവാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. അതാണോ നിനക്ക് നല്ലതായിട്ട് തോന്നണേ, അതോ നോർമൽ രീതിക്ക് രണ്ടുപേരും 2 സ്ഥലത്ത് നിൽക്കുന്നു, കല്യാണത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കുന്നു, ഒട്ടും കമ്പാറ്റബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നീ അറിയുന്നു? One second. കുഴപ്പമില്ല, ഐ എം ദ എഡിറ്റർ, ഞാൻ കട്ട് ചെയ്തോളാം. ഒട്ടും കമ്പാറ്റബിൾ അല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ കല്യാണത്തിന് ശേഷം അറിയുന്നതാണോ നല്ലത്? മറ്റേത് തന്നെയാണ് നല്ലത്. മറ്റു തന്നെയാണ് നല്ലത്. ലിവിംഗ് റിലേഷൻഷിപ്പ് തന്നെയാണ് നല്ലത് ഞാൻ നോക്കിയിട്ട്. ഇനി അതിന്റെ കൂടെ തന്നെ വേറൊരു പോയിന്റ് പറയാം. നമ്മുടെ ആൺപിള്ളേർക്ക് ഇങ്ങനെ ഉണ്ട്, ഒരു പാർട്ണർ ഒരു പെൺകുട്ടീനെ കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു കിട്ടണം എന്ന് നമുക്കുണ്ട്. തീർച്ചയായിട്ടും. ഇതിപ്പോ ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഇത് തമ്മിൽ പരിചയമൊന്നുമില്ല, പക്ഷെ നീ ഓൾറെഡി ലിവിങ് ടുഗദർ കഴിഞ്ഞ ഒരു പെൺകുട്ടീനെയാണ് ഞാൻ നാളെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയി, പിന്നെ ഞാൻ അറിയുന്നു, പരിചയപ്പെട്ട് വരുമ്പോ എന്തായാലും ഈ കഥ പറയുമല്ലോ. ഈ കഥ പറഞ്ഞിട്ട് ജോയലിന്റെ കൂടെ ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് അറിയുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ഡിസ്കംപി വരും. തീർച്ചയായിട്ടും വരും. എന്നാ വിശാല മനസ്കനാന്ന് പറഞ്ഞാലും വരും. എനിക്കും വരും, ഇവരും വരും, അവനും വരും. അതിനെപ്പറ്റി ജിത്തു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എടാ, നമ്മുടെ കൈ കിട്ടിയ ശേഷം ഒന്നും പറ്റാണ്ടിരിക്കാൻ നോക്കിയിട്ടേ കാര്യമുള്ളൂ. ചിലപ്പോ 4-5 പേരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വന്ന കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നീറ്റ് അഡീഷൻ ആണോ നോക്കുക, നീറ്റ് അഡീഷൻ ഫ്രണ്ടിലേക്ക് തുടർന്ന് പോകാൻ പറ്റുന്ന ഒരാളാണോ നോക്കുക. വെർജിൻ ആയിട്ടൊരു പെൺകൊച്ചിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ പോലും അവളൊരു വെർജിൻ ആയിട്ട് കിട്ടുന്ന ഒറ്റത്തവണയേ ഉള്ളൂ. തീർച്ചയായിട്ടും. അത് ശരിയാണ്. ശരിയല്ലേ? ആഫ്റ്റർ ദാറ്റ് ബെസ്റ്റ് വൺ ആണല്ലോ. അല്ല അല്ല, ആ ഒരു സംഭവം ഉണ്ടാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സംഭവമാണല്ലോ. പക്ഷെ നമ്മുടെ എല്ലാവരും തലയിൽ ആ ഒരു സംഭവം ഉണ്ട്. അത് എവിടെന്നോ കിട്ടിയ ഒരു സംഭവമാണ്. അത് തന്നെ. അത് ഞങ്ങളെ പൊക്കി പറയുന്നൊന്നുമല്ല, പക്ഷെ അത്യാവശ്യം ആ ഒരു നോംസ് ആൻഡ് വാല്യൂസ് നമ്മളും കീപ്പ് ചെയ്യുന്നോണ്ടാണ് നമ്മളത് ആഗ്രഹിക്കുന്നത്, അല്ലേ? എനിക്കങ്ങനെയല്ല. അതല്ലാത്ത കാരണം അല്ല അല്ലേ, ഞാൻ പണ്ടോട്ടെ അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ലായിരുന്നു. പട്ടിക്ക് പെണ്ണിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിക്കണം. കാരണം അന്ന് ഒരു നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്കില്ലായിരുന്നു. കാരണം ലുക്കിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണെന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് എനിക്ക് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും പിന്നെ പബ്ലിക്കലി അങ്ങനെ കുറെ അധികം ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പെണ്ണ് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളൊരു മെന്റാലിറ്റി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ. അത് മാത്രം ഞാൻ ചുമ്മാ പറഞ്ഞതാ. അങ്ങനെ പെണ്ണ് കിട്ടാൻ ഒരു നല്ല പെൺകൊച്ചിനെ കിട്ടാന്ന് ഇച്ചിരി ടാസ്ക് ആണല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെ തല കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ല. കാരണം ഈ കൈ കിട്ടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപടിയുള്ള കേസല്ല. അതിപ്പോ ബൈ എനി മീൻസ്. കാരണം ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ റിലേഷൻഷിപ്പ് ചുരുളരിയാത്ത രഹസ്യങ്ങൾ അതല്ലേ എന്നോട് നമ്പർ എന്ത് ചെയ്യരുത്. എനിക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരുത്തരെ എണ്ണി എടുക്കണം. ചുമ്മാ കുടുംബ കലക്കോ ഇല്ലല്ല, ചുമ്മാ പറഞ്ഞേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഒരു അവസരം കിട്ടിയപ്പോ ചുമ്മാ ഒന്ന് കാച്ചിന്നേ ഉള്ളൂ. എല്ലാരും വിശ്വസിച്ചു. കണ്ടിന്യൂ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരാളെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനോട് യാതൊരു തീർച്ചയായിട്ടും അതാണ് ഞാൻ നമ്മൾ ഡിസേർവിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കുക.
അത് നമ്മള് നാട്ടിൽ കണ്ട നാട്ടിൽ എല്ലാം വെടി വെച്ച് നടന്നിട്ട് കള്ളട്ടി വെക്കാൻ വേണ്ടി നല്ലൊരു പെക്കൊച്ചിനെ തന്നെ എനിക്ക് കിട്ടണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പരിപാടിയാണ്. ശരിയായിട്ടുള്ള പരിപാടി. കിട്ടിയോ നിനക്ക് കിട്ടി, നീ ഭാഗ്യവാനൊന്നും അല്ല, നിനക്ക് കിട്ടി, അത് അത്രയും മതി. കിട്ടി, അത് കൊട്ടിടക്കാൻ നോക്കുക. അല്ല ഞാനതാ പറഞ്ഞേ, ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി, അതായത് നമ്മള് വെർജിനായിരിക്കും, അപ്പൊ അവരും വെർജിനായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഞാൻ ജസ്റ്റ് വെർജിനിറ്റിയെ കുറിച്ചല്ല പറഞ്ഞേ, ഞാൻ ഒരു മൊത്തത്തിലാ പറഞ്ഞേ. അതായത് നമ്മളിലൂടെ ആ പെൺകുട്ടി ഈ ലോകത്തെ കുറെ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളായിരിക്കണം ആദ്യം ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്ന ആള്, ഇന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആള്. പിന്നെ ഈ ഇന്റിമേറ്റ് ആയിട്ടുള്ള സംഭവത്തിന്റെ അതുകൊണ്ട് നമ്മുടെ തലയില് നീ അതങ്ങനെ പറയുമ്പോഴും റെബൽ ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും. അത് അവരുടെ അഭിപ്രായം അവർക്ക് പറയാനുള്ള. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ആ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ റെബൽ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഈ പറഞ്ഞ പോലെ അപ്പൊ ലോകം കാണാത്തൊരു കുട്ടീനെ വേണം, അതായത് അവള് അന്ന് വരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പാടില്ല, അങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല, മൊത്തത്തിൽ ലോക്ക്, അതായത് ആ ഒരു ലോക്കിൽ നിന്ന് കഴിഞ്ഞ് നിന്നിലൂടെ ലോകം കാണുന്ന ഒരാളായിരിക്കണം. ഇതൊന്നും നിർബന്ധമല്ല. ഇങ്ങനെയൊക്കെ എവിടെയൊക്കെയോ നമ്മുടെ തലയിലുണ്ട്. നമുക്ക് റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യനാണ്, പല സ്ഥലത്ത് പല കാര്യങ്ങൾക്ക് പോകും. ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കൂടുതൽ കാര്യങ്ങൾ ആ പെൺകുട്ടി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കുറെ ആൾക്കാരെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ചേട്ടാ ഇതെങ്ങനെയൊന്നും അല്ലാന്ന് അറിയുന്നത് നമ്മൾ അവളിലൂടെ ആയിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആമ്പിള്ളേരെ ജനറലി ഉള്ളിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. നമ്മളിലൂടെ ലോകം കാണുന്ന ഒരു കുട്ടിയെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും. ഈ ഒരു സംഭവം തിരിച്ച് ഒരുപാട് കേട്ടിട്ടില്ലല്ലോ പെൺപിള്ളേര് പറയുന്നത്, അല്ലേ? ആമ്പിള്ളേർ വെർജിൻ ആയിരിക്കണം എന്ന് അവരുടെ ഒരു ഡിസയർ ഉള്ളതായിട്ട് എല്ലാരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വുമൺ ആ ഒരു വാക്കുണ്ടല്ലോടാ, മനസ്സിലായി ഉദ്ദേശിക്കുന്ന മലയാളം പറഞ്ഞു നീ തെറ്റിച്ചപ്പോ ആഗ്രഹിക്കുന്ന വുമൺ ക്രേവ് ഫോർ ലവ് ആൻഡ് മെൻ ക്രേവ് ഫോർ സെക്സ്. ലസ്റ്റ് അല്ല, സെക്സ്. ഓക്കെ. കാരണം പെൺപിള്ളേർക്ക് ഇപ്പം ഒരു ആണ് ചീറ്റ് ചെയ്തു, അതിന് പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ അവളെ എന്തുകൊണ്ടാണ് പ്രേമിച്ച്, അവളുടെ അടുത്തേക്ക് എന്തിനാ പോയി, അവളെ എന്തിനാ ഇഷ്ടപ്പെട്ടെ എന്ന് ചോദിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായോ അതൊന്നും അവൾക്ക് കൺസിഡറേഷൻ അല്ല. കാരണം നിങ്ങൾ എന്തിന് എന്നെ ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് ഇഷ്ടം കൂടാൻ പോയി. കാരണം പെൺപിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പെൺപിള്ളേർക്ക് വേറൊരു പെൺപിച്ചോണ്ട് നമ്മൾ വർത്താനം പറയുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ട്. കാരണം അവര് വിചാരിക്കുന്ന അവരോടുള്ള ലവ് അവരെടുത്തുനിന്ന് പോകുന്നു എന്നുള്ളൊരു സംഭവം അവിടെ ഉള്ളത് ഇൻസെക്യൂരിറ്റിനെ ബാധിക്കുന്നു. ഇൻസെക്യൂരിറ്റി, അതുപോലെ തന്നെ ആ ലവ് കുറഞ്ഞു പോകുന്നുള്ളൊരു പേടിയാണ് അവർക്കുള്ളത്. അല്ലാതെ അവൻ അങ്ങോട്ടേക്ക് വേറെ കാര്യങ്ങൾക്ക് പോകുന്നുള്ളതൊന്നും അവർക്ക് അത്ര കൺസേൺഡ് അല്ല. അതായത് ഒരു പരിധി വരെ കണക്ഷൻ അല്ല അവർക്ക് ഇമ്പോർട്ടന്റ്, ഇമോഷണലി എന്തുകൊണ്ട് അവളുമായിട്ട് കണക്ട് ആയി എന്നുള്ളതാണ്. പക്ഷെ ആണുങ്ങൾ പോകുന്നത് കൊണ്ടാണല്ലോ ഇതിലേക്ക് പോകുന്നത്. ആണുങ്ങൾ നേരെ തിരിച്ചാ. അതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ബന്ധവും ഇല്ലാതെ ഒരു സ്നേഹവും തോന്നാതെ ആമ്പിള്ളാർ ഇതിലേക്ക് പോകുന്നുണ്ട്. ഓൾറെഡി റിലേഷൻഷിപ്പ് ഉള്ളപ്പോ വേറെ പെൺകുട്ടി ഇതിലോട്ടൊരു താല്പര്യം കാണിച്ചു. എനിക്ക് അവളോട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ ഒരു ചാൻസ് കിട്ടിയല്ല, എന്നാൽ ഞാൻ ഒരു ഗോൾ അടിച്ചേക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു ഗോൾ അടിച്ചിട്ട് തിരിച്ചു വരുന്നവന്മാരുണ്ട്. പ്രത്യേകിച്ച് അവളോട് ഇമോഷണലി കണക്ഷൻ ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, അതന്നെയാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു ആങ്കൊച്ചാണ് ഒരു പെണ്ണ് ചീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ചെന്ന് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നോന്നാ, അതേ അന്വേഷിക്കത്തുള്ളൂ. അല്ലാതെ നീ എന്തിനാ അവന് മെസ്സേജ് അയക്കാൻ പോയ അവൻ എന്തിന്റെ ഇപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആമ്പിള്ളേര് ഈ പറഞ്ഞ കലിപ്പ് കാണിക്കുന്ന എന്തിന്റെ പേരില്ല. കാരണം അവളുടെ ഷാള് പുറത്താണ്. കാരണം ആ ഒരു സെക്സ്വലി ആ ഒരു സംഭവത്തിലേക്ക് അവള് പോകരുതെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. കാരണം ആമ്പിള്ളേരെ ഇന്ന രീതിക്ക് ഡ്രസ്സ്, കാല് കാണിക്കുന്ന രീതിക്ക് ഡ്രസ്സ് ഇടുന്നുണ്ട് ഏതെങ്കിലും പെൺപിള്ളേര് പറയാറുണ്ടോ? ഈ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെൺപിള്ളേരെന്താ പറയുന്നത്, അവൾക്ക് മെസ്സേജ് അയക്കരുത്, ഇവൾക്ക് മെസ്സേജ് അയക്കരുത്, ബെസ്റ്റ് എന്നത് കുടുംബക്കാരെ പോലും അടിച്ചു പിരിക്കുന്ന പെൺപിള്ളേർ എനിക്ക്. തീർച്ചയായിട്ടും. എടാ എന്റെ അടുത്ത് കുറച്ചധികം പേര് പറഞ്ഞു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ, നമ്മൾ റിലേഷൻഷിപ്പ് ഫാക്സ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റിന്റെ അകത്ത് ഇഷ്ടംപോലെ അല്ല പെൺപിള്ളേര് തന്നെയാണ് പറഞ്ഞത്. ഞാൻ തന്നെ ഇടയ്ക്കിരുന്ന് ചിന്തിച്ചു പോയി, റിലേറ്റബിൾ ആണല്ലോ എന്ന് ചിന്തിച്ചു പോയി. ഇപ്പൊ നീ അതിനകത്ത് അങ്ങനെ പറഞ്ഞില്ലേ, അതായത് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ആമ്പിള്ളേർക്ക് നന്നായിട്ട് റിലേറ്റബിൾ ആയിരിക്കും. പെൺപിള്ളേര് വിചാരിക്കും ഞങ്ങളോ ഏത് എപ്പോ എന്നുള്ള സെറ്റപ്പിലേക്ക് വരും. അതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ ആമ്പിള്ളേരെ പോയിട്ട് തിരിച്ചു ഫെബ്രുവരി
പക്ഷെ എന്തായാലും പക്ഷെ ആ ഒരു ചിന്താഗതി മാറണ്ടേ ശരിക്കും ഈ പറഞ്ഞ പോലെ. എന്തിന് മാറണം? അതായത് ഈ പറഞ്ഞ പെൺപിള്ളേര് വിർജിൻ അല്ല എന്നറിയുമ്പോ ഉള്ള വീട്ടുകാർ കുടുംബക്കാരെല്ലാം വൺ സീനാണ്. പക്ഷെ ആമ്പിള്ളേര് അവൻ എന്റെ ഫിസിക്കൽ റിലേഷൻഷിപ്പില് അല്ലെ അവൻ ഫിസിക്കലി എവിടെയെങ്കിലും ഇൻവോൾവ് ആയിട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു ഇന്റൻസിറ്റിയും ഇതിന്റെ ഇന്റൻസിറ്റിയും പകലും രാത്രിയും പോലെ വ്യത്യാസം. അത് വ്യത്യാസം വരുന്നതിന് വലിയൊരു കാരണമുണ്ട്. കാരണം അതിന് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് പെൺപിള്ളേർക്കാണ്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവും, ആ കുട്ടീനെ നോക്കണം, അതിനെ വളർത്തണം, അങ്ങനത്തെ. കാരണം ഒരിക്കലും പേരൻസിന് ജീവിതകാലം മൊത്തം ഒരു മകളെയും തന്റെ കുട്ടീനെ വളർത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡ്, കാരണം എന്നൊക്കെ ഈ പറഞ്ഞ ഫെമിനിസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടുപേരും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതായത് ഏത് രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഗേ കപ്പിൾസ് ഉണ്ട്, നോർമൽ കപ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ലെസ്ബിയൻസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് ലെസ്ബിയൻസിലും, ഏറ്റവും കുറവ് ഡൈവോഴ്സ് നടക്കുന്നത് ഗേ കപ്പിൾസിലും. തീർച്ചയായിട്ടും. അതൊരു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് എന്നാക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആമ്പിള്ളേര് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. തമ്മിലാണെങ്കിലല്ല ഒരു വഴക്കുണ്ടാക്കുമ്പോ ഒരിക്കലും നമ്മൾ പാസ്റ്റിലേക്ക് പോവില്ല. തീർച്ചയായും. ഇപ്പൊ നടന്ന പ്രശ്നമാണോ നമുക്ക് ഇപ്പൊ പറഞ്ഞ് അത് തീർത്തിട്ട് അവർക്ക് അടുത്ത പരിപാടി പിടിക്കാതെ ഗേ കമ്മ്യൂണിറ്റിയെ അങ്ങ് ഹൈപ്പിലേക്ക് ആക്കുന്നതല്ല. പക്ഷെ രണ്ട് ആമ്പിള്ളേരുടെ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സമാധാനത്തിനും ഈ പറയുന്ന സംഭവത്തിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അതൊന്നുമല്ല, നമ്മളതിൽ എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ. പക്ഷെ എന്നാലും നമുക്കൊരു കോർ സാധനം ഉണ്ട് അവിടെ. ഒരു ദിവസം കൊണ്ട് അതൊക്കെ തീർന്നിട്ടില്ലേ? അത് തന്നെ. ഒരു ദിവസം അന്യായ അടി ഉണ്ടാക്കിയിട്ട് തൊട്ട് താഴെ വന്നിട്ട് ഏതോ രണ്ടുപേരും അടി ഉണ്ടാക്കിയിട്ട് അവര് ബിങ്കോയും കഴിച്ചത് ലേസ് കഴിച്ച് അത് തിരിച്ചാക്കുന്നത് കണ്ടിട്ട് ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു ലേസ് ഓടിക്കുമ്പോ പോവാ വണ്ടി എടുക്ക്. അത്രേ ഉള്ളൂ, അതവിടെ തീർന്നു. കാരണം ആമ്പിളറുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇത് പെമ്പിള്ളേർക്ക് ഹേർട്ട് ആയ പോലും പറയുവാണ് അത് അങ്ങനെയാണ്. നീയൊക്കെ ഉണ്ടല്ലോ പെമ്പിള്ളേരെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഓട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാകുന്നേടന്മാരെ അയ്യോ ഡേറ്റ്, സമയം, മാസം അതൊക്കെ ഡേറ്റ് കൊടുവല്ലോ അല്ലേ? ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് ഇങ്ങനെ നിങ്ങൾ തങ്ങളോട് തിരിച്ചു ചോദിക്കും അല്ലേ? എന്റെ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞതാണ് നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട്. അതായത് അല്ല പോഡ്കാസ്റ്റ് അല്ല, എന്റെ വ്ളോഗ് കണ്ടിട്ട്, അതായത് നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ്, എടാ നിങ്ങൾ ആമ്പിള്ളേരെ കൊണ്ടാണ് ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിനക്കിട്ട് ഞാൻ ഒരെണ്ണം തന്നു, നിനക്കിട്ട് ഒരെണ്ണം തന്നു, നമ്മൾ അങ്ങോട്ട് തിരിച്ചു ഇങ്ങനെ തന്നു, നമ്മൾ പിന്നെ തോളത്ത് കഴിയിട്ട് നമ്മൾ ചിരിച്ചോണ്ട് വല്ലായിരിക്കും. ഒരാൾ വിറ്റടിച്ച് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്തു, അടുത്ത ആൾ അടുത്ത് വിറ്റടിക്കുന്നത് സപ്പോർട്ട് ചെയ്തു. പക്ഷെ പെമ്പിള്ളേർ അങ്ങനെ അല്ലെന്ന്. പെമ്പിള്ളേര് 3-4 പേര് കൂടി നിന്നിട്ട് ഒരുത്തിക്കിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതവളെ മനസ്സിൽ വെക്കും. അതവളെ മനസ്സിൽ വെക്കും. അതന്നെ, അതവളെ മനസ്സിൽ വെക്കും. അടുത്തവള് ഒന്ന് അടിക്കുന്നോളം വരെ മറ്റവള് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലായിരിക്കും ഇരിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ സാധനം കിടക്കും. അത് ഭയങ്കരമായിട്ട് പേഴ്സണലി എടുക്കും അവര്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞാണ് 4 പെമ്പിള്ളേരാണ് ഇങ്ങനെ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നെങ്കിൽ അവരെ ആ വ്ളോഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അന്യായി അടിയായിരിക്കും. ആ ഒരു അവസ്ഥ ആയിരിക്കും. അതാണ് ആ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ. അതാണ് ഈ പെൺപിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പും ആൺപിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ പകലും രാത്രി വല്ല വ്യത്യാസമുണ്ട്. കാരണം പെൺപിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞു, അതാണ് അവരുടെ സെറ്റപ്പ്. നമ്മൾ എന്നിട്ടുണ്ടെങ്കിൽ എന്തു ആടിയിട്ടുണ്ടെങ്കിൽ അവന്റെ അപ്പൂപ്പന്റെ കൂട്ടത്തിൽ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ് അതിൽ കയറി ഡോമിനേറ്റ് ചെയ്യാൻ ആരും പോവില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരുത്തന്റെ മൂക്കിരിക്കുന്നുണ്ട്, അടിച്ച് പന്നായിട്ട് ഇരിക്കുന്നത് കണ്ടു കാണത്തില്ല. അതല്ല ഏറ്റവും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കണ്ടു കാണത്തില്ല. അന്തരത്തെ വിളിച്ച് കാണാൻ ഇത് 1.5ഉം ഇത് 1.25ഉം അത് 2.75ഉം 1.75ഉം അത്രേ ഉള്ളൂ. പക്ഷെ ഈ സെയിം സിറ്റുവേഷൻ പെമ്പിള്ളേർക്കാണെങ്കിൽ അവൾക്ക് ഈ ഒരു സംഭവത്തിൽ കുറവ്, അപ്പൊ ഞാൻ കുറച്ചൊരു ഡോമിനേറ്റഡ് ആണ്, ഓക്കെ എനിക്ക് ആ ഒരു വിലയുണ്ട് എന്നുള്ള രീതിക്ക് അത് മനസ്സിൽ വെച്ച് എന്നെ ചില നേരത്തൊന്ന് അടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കണ്ടേക്കുന്ന കാര്യങ്ങളാണ്, ഇത് ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല. കണ്ടേക്കുന്ന കാര്യങ്ങൾ നീ പറയേണ്ട കാര്യമേ ഇല്ല, നീ നിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക, അപ്പൊ അവര് കമന്റിൽ വന്നിട്ട് കത്തിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. വെറും 200 വ്യൂസ് ഉള്ള കഴിഞ്ഞ പോഡ്കാസ്റ്റിന് എനിക്ക് വന്ന റിപ്ലൈകളും അഭിപ്രായങ്ങളും ഉണ്ട്. ഓഫ്, നീ സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതുപോലെ ആൾക്കാരിലേക്ക് ഹിറ്റ് ചെയ്യണം കാര്യങ്ങൾ. കാരണം ആ ഒരു ഓഡിയോ അവര് ഉള്ള തെറിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അവർ പറയുന്നുണ്ട്,
ഇതൊക്കെ ഉള്ളതാണെങ്കിൽ പോലും നീ ഇത് പുറത്തിങ്ങനെ പറയാൻ പാടില്ല. അതാണ് സംഭവം. അതാണ്, അത്രേ ഉള്ളൂ. അതല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ഓർഡറിൽ അങ്ങനെ പറഞ്ഞു വന്നുവെങ്കിലും പ്രോസും കോൺസും എല്ലാം മിക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ രസം. എന്റെ അഭിപ്രായത്തില് ലിവിംഗ് റിലേഷൻഷിപ്പ് വേണോ വേണ്ടത്? നിന്റെ ലൈഫിൽ ലിവിംഗ് റിലേഷൻഷിപ്പ് നീ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? എടാ, ഇപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം നിർബന്ധമല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് ആയിട്ടൊരു കുട്ടി വേണമെന്ന്. അപ്പൊ അത് എല്ലാവർക്കും വേണം, ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളൊരു കുട്ടിയുടെ ഒരു ലിവിംഗ് ടുഗദർ ആണ് എങ്കിൽ പിന്നെ ഒരു ആൺകൊച്ചിന് ആ കുട്ടിയുടെ കൂടെ താമസിക്കാനും അതിന്റെ മുമ്പോട്ട് ഉണ്ടാകുന്ന ഒരു പാടുണ്ടാകുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ ലിവിൻ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണം എന്ന് പറയില്ല. പക്ഷെ ചിലപ്പോൾ കുട്ടി ഇല്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും വിഷയം ഇന്റിമസി ആണല്ലോ, ഞാൻ പറയും ആ ഒരു പരിപാടി വേണ്ട എന്ന് ചിലപ്പോ സംഭവിച്ചു പോകും. എന്നാലും തുടക്കത്തെ പറയും ഇതൊന്നും വേണ്ട. ഓക്കെ, ഒരു കാര്യം ചെയ്യട്ടെ, അതായത് നീ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഞാനൊരു സംശയം ചോദിക്കാം. ലിവിംഗ് റിലേഷൻഷിപ്പിൽ ഇപ്പൊ നീ വെർജിൻ ആയിട്ടുള്ള ഒരാളാണ്, നീ എല്ലാ നോംസും മാരേജും കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ലിവിംഗ് റിലേഷൻഷിപ്പിലേക്ക് ഒരാള് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എന്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നുന്നു, അതായത് അവൾ അത്ര പെട്ടെന്ന് ഇതിലേക്ക് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും ഹിസ്റ്ററി ഒക്കെ കാണും തോന്നില്ലേ? സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ അങ്ങനെയൊന്നും തോന്നത്തില്ലേ? അത്ര ഫ്രീ ഓപ്പൺ ആണ്, അത്രയ്ക്ക് ഓപ്പൺ ആണ്, ഓക്കെ ആണ് എങ്കിൽ അവൾക്ക് എന്തൊരു ഹിസ്റ്ററി ഉണ്ടാവില്ലേ എന്നൊരു തോന്നലുണ്ടാവില്ലേ? എന്റെ ഒരു ഇതിനാണെങ്കിൽ ഞാൻ നേരെ ചോദിക്കും. ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഒരു മെന്റാലിറ്റിയാണ് പറഞ്ഞത്, നമ്മുടെ ഒരു മെന്റാലിറ്റിയാണ് പറഞ്ഞത് അല്ലെ? സ്വാഭാവികമായിട്ടും അത് തോന്നും നമുക്ക്. പിന്നെ അവരായിട്ട് വന്ന് ഇങ്ങോട്ട് ലിവിൻ കഴിഞ്ഞിട്ട് നമുക്ക് മാരേജ് മതി എന്നൊന്നും പറയില്ല. അത് നമ്മളായിട്ട് വല്ല മുന്നോട്ട് വെച്ച് പിന്നെ അതൊരു നമ്മൾ സംസാരിച്ച് അങ്ങനെ വന്നാലേ ഉള്ളൂ. അപ്പൊ നീ എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ എങ്ങനെ ആയിരിക്കും എന്നല്ലേ? അവിടെ എനിക്ക് ഇത്രേ ഉള്ളൂ, ഒരു കുറച്ച് സമയമെങ്കിലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം വേണം അത് തന്നെ കല്യാണത്തിലേക്ക് പോകാൻ. ഇപ്പൊ ലിവിൻ എന്ന് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നടത്തണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഏതെങ്കിലും രീതി അറ്റ്ലീസ്റ്റ് കുറച്ച് എവിടെയെങ്കിലും ഒരുമിച്ച് യാത്ര ചെയ്യണം. ഫിസിക്കലി ഇൻവോൾവ് ആവണമെന്നില്ല. ഇല്ല, അത് എനിക്ക് വേണ്ട, കട്ട് ചെയ്ത സംഭവം. പക്ഷെ ഫിസിക്കലി ഉള്ള ഇൻവോൾവ്മെന്റ് അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫിസിക്കലി ഉള്ള ഇൻവോൾവ്മെന്റ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബോണ്ടിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും എന്നുള്ളതൊരു ഉള്ള കാര്യമല്ലേ? ഉള്ള കാര്യമാണ്. പക്ഷെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ഫ്രഷ് പീസ് വേണമെന്നുണ്ടല്ലോ, അത് വേറെ ഒരുത്തരും ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ രീതിക്ക് പോവാതിരിക്കാന്നുള്ളതാണ്. കേട്ടോ, ഡ്യുവൽ മെന്റാലിറ്റി അവിടെ വന്നുപോയി. അതല്ല, എനിക്ക് ഒരു ബന്ധമില്ല. എനിക്ക് കരിക്കിന്റെ മോട്ടോ ഓർമ്മ വരുന്നു. അയ്യോ, കറക്റ്റ്. എന്താണ് ഫീൽ ദ ഫ്രഷ്നെസ് ഇൻസൈഡ്? ഓ, ടോപ്പിക്കിനെ പറ്റി വരെ തമ്മിൽ കൊടുക്കാവുന്ന സാധനമായി സെറ്റ്. അല്ല, അതൊരു ഡ്യുവൽ മെന്റാലിറ്റി നമുക്ക് അവിടെ വന്നു പോകുന്നത് അല്ലേ? ഡ്യുവൽ മെന്റാലിറ്റി ആണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റിമസി അവോയ്ഡ് ചെയ്യുക, എന്നിട്ടുള്ള ബാക്കി സംഭവങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ആള് എന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് പരിചയമുള്ള അണ്ണൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അണ്ണൻ കല്യാണം കഴിച്ച ശേഷം ഈ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഭയങ്കര ശരീരം എപ്പോഴും ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഫാൻ ഉള്ള സ്പീഡ് മൊത്തമായിട്ട് കൊടുങ്കാറ്റിട്ട് കിടക്കണം. പുള്ളിക്ക് ഇത് കുഴപ്പമില്ല, പുള്ളി ഭയങ്കര കൂളായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ പുള്ളിക്ക് അത്രയും കാറ്റ് പറ്റില്ലാത്തതുകൊണ്ട് പുള്ളി മിക്കാറും ദിവസം അപ്പുറത്തുള്ള മുറിയിലാണ് പോയി കിടക്കുന്നത്. പുള്ളി ഇതുകൊണ്ട് ആരും കല്യാണം കഴിക്കരുതെന്നും അല്ല പുള്ളി പറഞ്ഞു. എടാ, കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തായിരുന്നെങ്കിൽ ഇതൊക്കെ ഒരു ബേസിക് സംഭവമാണ്, അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലായെന്ന് പുള്ളി പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞ ഫാക്ടർ ഒരു സിമ്പിൾ കാര്യമായിട്ട് ആൾക്കാർക്ക് തോന്നാം. പക്ഷെ അപ്പുറത്തെ മുറിയിലേക്ക് എല്ലാ ദിവസവും എണീറ്റ് പോകേണ്ടതില് പല കാര്യങ്ങളും അവിടെ ബ്ലോക്ക് ആയി പോവുകയാണ്. അത് അവരുടെ അതായത് അവരുടെ ആ ഒരു കുടുംബജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. ചെറിയൊരു സംഭവത്തിൽ തുടങ്ങിയ ഒരു ആ ഒരു ബോണ്ട് ബ്രേക്കായി രണ്ടുപേരും തമ്മിൽ പിന്നീട് അതൊരു ശീലമായി മാറുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോകും. നീ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോ ടെമ്പറേച്ചർ ഒന്നും വിഷയമല്ല. അതെ, കാറ്റോ കൊടുങ്കാറ്റൊന്നും നമ്മൾ തിരിച്ചറിയില്ല. അതെ, ശരിയാണ്. ഇപ്പൊ എന്റെ എനിക്ക് പറയാനുണ്ട് എന്റെ കേസ്. അല്ലതേ, ഇപ്പൊ ലിവിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മറ്റേ ഒരു നോർമൽ റിലേഷൻഷിപ്പിലൂടെ അതിനുശേഷം മാരേജ് മതിയെന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് എനിക്ക് അത്യാവശ്യം എനിക്ക് ഇത്ര നിർബന്ധമുള്ളൂ. അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേരും എന്താണെന്നുള്ള ആ ഒരു സംഭവം ടോട്ടലി റിവീൽ ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു ടൈം അത് കൊടുക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മുടെ നാട്ടില് ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ വീട്ടില് വിഷയം ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് തന്നെ പ്രധാന സംഭവങ്ങളും പൊട്ടാനുള്ള കാരണം ഈ പറയുന്ന പോലെ
ആ ഒരു പേടി ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു സംഭവത്തിൽ ഇവർക്ക് അങ്ങോട്ടും കൂടെ അറിയാനുള്ള ആ ഒരു സംഭവം ബ്ലോക്കായി പോവാണ് എപ്പോഴും. അവസാനം അത് ആ രീതിക്ക് അങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാതെ പല കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാതെ ബ്രേക്ക് ആയി പോവുകയും ചെയ്യും. ഇത്ര ആ ഒരു ഓപ്പൺനെസ് ഉണ്ടാവണമെങ്കിൽ അതിനുള്ള ഒരു ടൈം വേണം. അത്രേ ഉള്ളൂ. അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇൻ പ്രാക്ടിക്കൽ എന്തായിരിക്കും എന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് തന്നെ നോക്കണം, അല്ലാതെ നടക്കൂല. അതിന് ലിവിങ് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ പറയുന്ന പോലെ അതായാലും മതി. അതിനകത്ത് വേറെ സംഭവം എന്താണെന്നറിയാമോ? അതായത് എല്ലാവരും പറഞ്ഞ കേസാണ് പേരൻസ് സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അതായത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് അത് ആ ഒരു രണ്ട് ആൾക്കാരുടെ പ്രശ്നം കൊണ്ടാണ്. കാരണം നമ്മള് ഒരാളെ അങ്ങ് ഇഷ്ടപ്പെടുന്നു ശരിയാണ്, പക്ഷെ കുറച്ച് നോക്കിയും കണ്ടും പ്രേമിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് തീർച്ചയായിട്ടും. അതായത് കണ്ടൊരു ഇൻഫാക്ച്വേഷന്റെ പുറത്ത് ചെന്ന് പ്രേമിച്ച് പിന്നെ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, പിന്നെ അത് വെച്ച് അനുഭവിച്ച് ജീവിതം നശിപ്പിക്കുന്നു, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം അത് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതായത് മൊത്തത്തിൽ ഇപ്പം ഫുള്ളൊന്ന് നോക്കുക. ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല, കോമ്പാറ്റബിൾ ആണോ നോക്കുക രണ്ട് ആൾക്കാർ. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു നല്ല രീതിക്ക് മനസ്സിലാക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബോയ് ആൻഡ് ഗേൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്റെ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സമ്മതിക്കുമോ, അവളുടെ കാര്യം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ സമ്മതിക്കുമോ. അപ്പൊ അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് ഓക്കെ ആണോ എന്നുള്ളൊരു സംഭവം നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ ഓക്കെ അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കി വീട്ടുകാരെന്തെങ്കിലും പറയട്ടെ, എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടെന്നുള്ള സംഭവം പറ്റുമോ നോക്കാം. അപ്പൊ അങ്ങനെ സംഭവങ്ങൾ നോക്കിയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ് മനസ്സിലാക്കാനും കാര്യങ്ങളെല്ലാം പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ പിന്നെ ഈ ഒരു എപ്പിസോഡ് റാപ്പ് ചെയ്താലും. അപ്പൊ ലിവിൻ വേണ്ട ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള സംഭവത്തിലേക്കാണ് ഞാൻ വന്നത്. നീയും ഏകദേശം എങ്ങനെയാണ് പറഞ്ഞത്? ഡീൽ ഓർ നോ ഡീൽ ആ ഒരു ഇതിലാണ് എന്റെ മൈൻഡ് സെറ്റ് പോകുന്നത്. ആ ഒരു ഓപ്പൺനെസ് അതിലാണ് എനിക്ക് മാൻഡേറ്ററി ആയിട്ട് ഉള്ളൂ. നിനക്കോ? എനിക്ക് വേണം തന്നെയാണ്. നോക്ക്. End of the day, feel the freshness inside. അപ്പോ മറ്റൊരു വീഡിയോയില് ഒരു വെടിക്കെട്ട് ടോപ്പിക് ആയിട്ട് വീണ്ടും വരാം. ഇത് മതിയോ? വന്നോറായില്ലേ? ടോപ്പിക്സ് ആർ അൺലിമിറ്റഡ്. അടുത്ത വീഡിയോയിൽ വരാം. സെറ്റല്ലേ? എന്തൊക്കെയോ പറഞ്ഞ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ള പോലെ എനിക്ക് തോന്നുന്നത്. ഓക്കെ അല്ലേ? നമുക്കൊരു പാർട്ട് പറയാം. എന്ത് വേണ്ട ഓക്കെ.